ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ക്ലാസ്സിൽ സർഫസ് ഇൻ്റഗ്രൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മൊഡ്യൂളിലെ ഗ്രീൻസ് തിയറം ഡിസ്കസ് ചെയ്ത ശേഷം സർഫസ് ഇൻ്റഗ്രൽസിലെ പ്രോബ്ലംസ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർഫസ് ഇൻ്റഗ്രലിലെ മെത്തേഡ് എന്ന് പറയുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ബി ഗിവൺ ടു യു ആൻഡ് ദ സർഫസ് സിഗ്മ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. അങ്ങനെയെങ്കിൽ how to find the surface integral, double integral over sigma f of xyz ds. ഇതാണ് സർഫസ് ഇൻ്റഗ്രലിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡിന് പകരം ജി ഓഫ് എക്സ് വൈ ഇൻറ്റു മോഡുലസ് ഓഫ് നോം. ആക്ച്വലി നോമിന് പകരം നമ്മൾ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വരുന്ന സമയത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എ. ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രോബ്ലം നമുക്ക് ഇവിടെ ചെയ്യാം. ഇവാലുവേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ. Double integral over sigma y square z square ds, where sigma is the part of the cone z equal to square root of x square plus y square, z equal to 1, z equal to 2, and lies between the planes of the cone. Part of the cone lies between the planes z equal to 1 and z equal to 2. Okay, so this is the question. We want to evaluate this double integral or a surface integral where sigma is described as the region or the surface lies cone lies between the planes z equal to 1 and z equal to 2. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ ഇസഡ് ബൈ ഡോ വൈ എല്ലാം കണ്ടുപിടിച്ച് റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ആദ്യം കണ്ടുപിടിച്ച് വെക്കാം. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താ വരുന്നത്? what is z? root of x square plus y square. So dou z by dou x എന്ത് വരും? 1 by 2 root of x square plus y square into partial derivative of x square plus y square with respect to x into 2x, which is x by root of x square plus y square. Similarly, you can see dou z by dou y will be y by root of x square plus y square വരും. അങ്ങനെയെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്താണ് വരിക? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1. Okay, which is equal to എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ ആയിട്ട് ഫസ്റ്റ് രണ്ട് ടേംസിൽ ഡിനോമിനേറ്റേഴ്സ് കോമൺ ആണ്. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. 1 പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഏത് ഇതിൽ നമുക്ക് വേണ്ട ഈ ഒരു പോർഷൻ. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ജി ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്താണ്?
ആക്ച്വലി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഇന്റഗ്രന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ആണ്. സോ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇൻറ്റു, സോ എഫ് ഓഫ് ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ജി ഓഫ് എക്സ് വൈ എന്ത് വരും, സെഡിന് പകരം ജി ഓഫ് എക്സ് വൈ കൊടുക്കുക. സോ വിച്ച് വിൽ ബി വൈ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ, സെഡ് സ്ക്വയർ എന്നുള്ളതിന്റെ പകരം ജി ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ വരുന്നത്. ഇനി നമുക്ക് സർഫസ് ഇന്റഗ്രൽ എന്താ വരിക, ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2dA. What is R? R is the projection of sigma into xy plane. ഓക്കെ, അപ്പോൾ സിഗ്മയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ വാസ് z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഗ്രാഫ് വരക്കണം എന്നുണ്ടെങ്കിൽ, റഫായിട്ടൊരു ഗ്രാഫ് വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഒന്ന് ഫിഗർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതായത് ദാറ്റ് വിൽ ബി എ കോൺ. കോൺ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടൈപ്പിൽ ഉള്ള ഫിഗറാണ്. അത് ഹൈറ്റ് കൂടുന്തോറും അതിൻ്റെ വിഡ്ത്ത് കൂടി വരും. ഓക്കെ, ദിസ് ഇസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. അങ്ങനെ ഒരു കോണാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ സെഡ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഹൈറ്റിലുള്ള ഒരു പോർഷനും സെഡ് ഈക്വൽ ടു 2 എന്നുള്ള ഹൈറ്റിൽ ഒരു പോർഷനുണ്ട്. സെഡ് ഈക്വൽ ടു 2ൽ, ഇവിടെ സെഡ് ഈക്വൽ ടു 1ൽ. അതിൻ്റെ ഇടയിലുള്ള പോർഷനാണ് നമ്മുടെ സർഫസ്. അതിൻ്റെ ഇടയിൽ യു ക്യാൻ സീ എ ഷെയ്ഡഡ് സർഫസ്. ഓക്കെ, അതിൻ്റെ താഴേക്കും മുകളിലേക്കുള്ള ഭാഗം ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ എന്താ വരിക? അതിൻ്റെ നിഴല് ഇൻറ്റു എക്സ് വൈ പ്ലെയിൻ, ഒരു മുകളിൽ നിന്ന് ഉള്ള നിഴല് താഴേക്ക് പതിക്കുന്ന നിഴൽ എന്താ വരിക? യു ക്യാൻ സീ ദാറ്റ് ഈസ് ഏരിയ ബിറ്റ്വീൻ 2 സർക്കിൾസ്. റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെയും റേഡിയസ് സെഡ് ഈക്വൽ ടു 2 ആകുമ്പോൾ റൂട്ട് 2 ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെയും ഇടയിലുള്ള, റൂട്ട് 2 അല്ല, 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെയും ഇടയിലുള്ള പോർഷനാണ് റീജിയൻ ആയിട്ട് വരിക. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, മറ്റൊരു രീതിയിൽ കാണാനായിട്ട് സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. സെഡ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിൾ വരും. അതാണ് ഒരു ബൗണ്ടറി വരുന്നത്. ഓക്കെ, മറ്റൊന്ന് സെഡ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. സോ വിച്ച് ഈസ് 4, വിച്ച് ഈസ് റേഡിയസ് 4 റേഡിയസ് ഉള്ള ഒരു സർക്കിളും. ഈ രണ്ട് സർക്കിൾസിന്റെയും ഇടയിലുള്ള പോർഷൻ ആയിട്ടാണ് എന്ത് വരിക? നമ്മുടെ റീജിയൻ വരിക. അങ്ങനെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഈ ഒരു സർക്കിളിന്റെ ഇടയിലുള്ള കോൺസെൻട്രിക് റീജിയൻ ആണ് എന്നുള്ളത് മനസ്സിലായി. ആർ എന്താണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ആ ഇന്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യാം. സർഫസ് ഇന്റഗ്രൽ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, അത് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ചെയ്യാൻ വി നോ ദാറ്റ് ഇഫ് സർക്കിൾ ഓർ പോർഷൻ ഓഫ് സർക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത് വി ക്യാൻ യൂസ് പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സിലുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് ആർ ആൻഡ് തീറ്റ. ആർ എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യണം, തീറ്റ എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യണം. വി നോ ദാറ്റ് ഇന്നർ സർക്കിൾ ഈസ് ഓഫ് റേഡിയസ് 1, ഔട്ടർ സർക്കിൾ ഈസ് ഓഫ് റേഡിയസ് 2. ഇപ്പൊ റേഡിയസ് വേരി ചെയ്യേണ്ടത് 1 to 2. ഓക്കെ, ആൻഡ് തീറ്റ ഫുൾ സർക്കിൾ വരുന്നത് കൊണ്ട്, അതായത് മുകളിലുള്ള ഭാഗം മാത്രമല്ലല്ലോ, മുകളിലുള്ള ഭാഗം മാത്രമായിരുന്നെങ്കിൽ 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയനെ വേണ്ടി വരുള്ളൂ. ബട്ട് ഫുൾ വരുന്നത് കൊണ്ട് 0 to 2π വരെ വേണം.
ഓക്കെ, സോ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇൻറ്റഗ്രൽ 0 to 2π തീറ്റയുടെ ലിമിറ്റ് ആദ്യം എഴുതും, ഇൻറ്റഗ്രൽ 0 to 1. ഇനി ഇൻറ്റഗ്രൻ്റ് എന്തായിരുന്നു? y² ഇൻറ്റു x² പ്ലസ് y² ഇൻറ്റു 2. ഓക്കെ, 2 നമുക്ക് പുറത്തെടുക്കാം. y² എന്ന് പറയുന്നത് എന്താണ്? y ഈക്വൽ ടു r സൈൻ തീറ്റ, x ഈക്വൽ ടു r കോസ് തീറ്റ, y ഈക്വൽ ടു r സൈൻ തീറ്റ ഇൻറ്റു x² പ്ലസ് y² ഈസ് r², r dr dθ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ ഓക്കെ, നമുക്കിവിടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്, ഇവിടെ റൂട്ട് ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കേസിൽ. റൂട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് ഓഫ് 1+1 √2 ആണ് വരിക. അത് മിസ്സായി പോയതാണ്. ഇവിടെ √2 ആണ് പുറത്തുണ്ടാവുക. ഓക്കെ, √2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π r² r raised to 5 ഇൻറ്റു sin² തീറ്റ dr dθ. ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ആറിലാണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. √2 ഇൻറ്റു 0 to 1 എഴുതാൻ വിട്ടുപോയതാണ്. 0 to 1 അല്ലല്ലോ, ദാറ്റ്സ് ഓൾസോ എ മിസ്റ്റേക്ക്. ലിമിറ്റ് ഓഫ് r വാസ് 1 to 2. ലിമിറ്റ് ഓഫ് r വാസ് 1 to 2. ഓക്കെ, സോറി ഫോർ ദാറ്റ്. സോ നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. 0 to 2π ഇൻറ്റഗ്രൽ 1 to 2 r raised to 5 sin² തീറ്റ dr dθ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 2π വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r raised to 6/6 r varies from 1 to 2 sin² തീറ്റ dθ which is equal to √2 into integral 0 to 2π r raised to 6 ലെ 2 raised to 6 എത്രയാണ്? 2 cube 8 ആണ്. 2 raised to 4 2 raised to 6 64 വരും അല്ലേ? ഓക്കെ, 2 raised to 6 by 6 64/6 minus 1 raised to 6 1/6. Okay, 63 by okay, then sin² തീറ്റ dθ. ഇനി ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് √2 ഇൻറ്റു 63/6 ഇൻറ്റു 63/6 എന്ന് വെച്ചാൽ 21/3 വരുമോ? 21/2. ഓക്കെ, 63-ൽ 3 പോവും. സോ 21/2 ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin² ഇൻ്റഗ്രൽ എങ്ങനെ ചെയ്യാറ്? sin² നമുക്ക് 1 മൈനസ് cos 2θ/2 അല്ലേ? 1 മൈനസ് cos 2θ ഇൻ്റഗ്രൽ 0 to 2π 1 മൈനസ് cos 2θ ഹോൾ ഡിവൈഡഡ് ബൈ 2 dθ എന്നുള്ള ഒരു ഫോർമുല യൂസ് ചെയ്യാം, which is equal to 21 ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. 21 ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലും ചെയ്യാം കേട്ടോ. ഈ ഇൻ്റഗ്രൽ നേരിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കിട്ടുന്ന ആൻസർ എഴുതിയാലും മതിയാവും. 21√2/2 ഇൻറ്റു θ/2 മൈനസ് cos 2θയുടെ ഇൻ്റഗ്രൽ sin 2θ/2 ഓൾറെഡി ഒരു 2 ഉണ്ട്, സോ /4 വരും. ലിമിറ്റ് 0 to 2π. ഓക്കെ, ഈ രീതിയിൽ ചെയ്താൽ യുൽ ഗെറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2θ/2 2π/2 π മാത്രം വരും. sin 4π 0 ആണ്, 0 കൊടുത്താലും 0. 21√2/2 ഇൻറ്റു π എന്ന ആൻസർ. that is equal to 21π/√2. ഇത്രയാണ് സർഫസ് ഇൻ്റഗ്രൽ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
സോ നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ ഈ സ്ക്വയർ റൂട്ടിന്റെ അകത്തുള്ള വാല്യൂ കണ്ടെത്തി, വിച്ച് വാസ് √2. എന്നിട്ട് f(x(y) g(x)(y) കണ്ടെത്തി, ആൻഡ് റീജിയൻ കണ്ടെത്തി. റീജിയൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ള സർഫസിന്റെ പ്രൊജക്ഷൻ ആണ്. ഒരു 2Dയിലുള്ള ഒരു റീജിയൻ ഏരിയ ആണ് വരിക. ആ റീജിയൻ കണ്ടെത്തി. ഇവിടെ അതൊരു സർക്കിളിന്റെ ഇടയിലുള്ള റീജിയൻ ആയതുകൊണ്ട് വി യൂസ്ഡ് പോളാർ കോർഡിനേറ്റ്സ്. അങ്ങനെ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ 21π/√2 എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ ക്ലാസ്സിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, evaluate the surface integral double integral over sigma x²y ds, where sigma is the ഇത് വേണ്ട. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിൽ z=g(x)(y) അല്ലാത്ത മെത്തേഡും ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ z=g(x)(y) ടൈപ്പിലുള്ള പ്രോബ്ലംസ് മാത്രമേ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ. അത് മാത്രം ചെയ്താൽ മതി. z=g(x)(y) അല്ലാതെ x=g(y)z ഒക്കെ വരുന്ന പ്രോബ്ലംസും ടെക്സ്റ്റിൽ കാണാം. പക്ഷെ അത് വേണമെന്നില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. Evaluate the surface integral double integral over sigma x+y ds, where sigma is the portion of the plane z=6 minus 2x minus 4y in the first octant. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമുല നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതിലേക്ക് നമുക്ക് വേണ്ടത് z=g(x)(y) ഫോർമാറ്റിലാണ് നമ്മുടെ സർഫസ് ഉള്ളത്. ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ z=x=0, y=0, z=0യും ബൗണ്ടറീസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒക്ടന്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം നമുക്കിതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ∂z/∂x എന്താ വരിക? 6ന്റെ ഡെറിവേറ്റീവ് 0, -2xന്റെ ഡെറിവേറ്റീവ് -2, -4yയുടെ ഡെറിവേറ്റീവ് 0. സോ ∂z/∂x the whole square വരുമ്പോൾ -2 the whole square 4 വരും. ∂z/∂y the whole square എന്ന് പറയുമ്പോൾ -4 the whole square equal to 16 വരും. ഓക്കെ, അപ്പോൾ √∂z/∂x whole square plus ∂z/∂y whole square plus 1 equal to എന്ത് വരും? √4 + 16 + 1, അതായത് √21 വരും. 4 + 16 + 1. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി f(x, y, g(xy) z ഉണ്ടെങ്കിൽ അതിന് പകരം എന്ത് കൊടുക്കണം? 6 - 2x - 4y കൊടുക്കണം. പക്ഷെ നമ്മുടെ f(x, y, z)ൽ z ഇല്ല. അപ്പോൾ നമുക്ക് x+y തന്നെ മതിയാവും. ഓക്കെ, ഇനി റീജിയൻ കണ്ടെത്തണം. സർഫസ് തന്നിട്ടുള്ളത് z=6 - 2x - 4y ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്ന ഒരു പ്രോബ്ലത്തിന്റെ അതേ രൂപത്തിലാണ് ഇത് വരുന്നത്. യു ക്യാൻ സി x=0, y=0 കൊടുക്കുമ്പോൾ z=6 വരും. x=0, z=0 കൊടുക്കുമ്പോൾ z=0, x=0 കൊടുക്കുമ്പോൾ 4y=6 അല്ലെങ്കിൽ y=6/4 വരും. അപ്പോൾ y ആക്സിസിലൊരു 6/4 3/2 വരും. ഇനി x ആക്സിസിൽ
z ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 2x ഈക്വൽ ടു 6 ഓർ x ഈക്വൽ ടു 3 വരും. അതിലൂടെ എവിടെ 3 പോയിന്റ്സ് വരും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഏതാണെന്നുള്ളത് എക്സാക്ട് ലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ് നമ്മുടെ റീജിയൻ. അപ്പോൾ അങ്ങനെയുള്ള റീജിയന്റെ പ്രൊജക്ഷൻ വരിക അതിന്റെ നിഴല് ഇൻറ്റു എക്സ് വൈ പ്ലെയിൻ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിൾ ആണ് പ്രൊജക്ഷൻ ആയിട്ട് വരിക. ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തതാണ്. അപ്പോൾ ട്രയാങ്കിളുടെ ഇക്വേഷൻ കിട്ടാനായിട്ട് നമുക്കറിയാം ഈ സർഫസിന്റെ ഇക്വേഷൻ z ഈക്വൽ ടു 6 മൈനസ് 2x മൈനസ് 4y എന്നാണ്. z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 0 ഈക്വൽ ടു 6 മൈനസ് 2y മൈനസ് 4y ഓർ 2x പ്ലസ് 4y ഈക്വൽ ടു 6 ഓർ x പ്ലസ് 2y ഈക്വൽ ടു 3 എന്നുള്ളതാണ് ഇക്വേഷൻ. x പ്ലസ് 2y ഈക്വൽ ടു 3. x ഈക്വൽ ടു 0 വരുമ്പോൾ y ഈക്വൽ ടു 3/2. y ഈക്വൽ ടു 0 വരുമ്പോൾ x ഈക്വൽ ടു 3. അങ്ങനെ പോകുന്ന ഒരു ലൈൻ x പ്ലസ് 2y ഈക്വൽ ടു 3. അതിൻ്റെ ഇടയിൽ കോർഡിനേറ്റ് ആക്സസിന്റെ ഇടയിലുള്ള റീജിയൻ, ഈ ട്രയാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ. അപ്പോൾ റീജിയൻ ഒന്ന് റഫായിട്ട് ഡ്രോ ചെയ്തു, റീജിയൻ കിട്ടി. ഇങ്ങനെ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിമിറ്റ്സ് കണ്ടെത്തണം. ടൈപ്പ് 1 ആയിട്ടും ടൈപ്പ് 2 ആയിട്ടും എടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ട്രയാങ്കിൾസ്. അപ്പോൾ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാ വരിക? എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് എടുക്കാവുന്നത് വി ക്യാൻ സി ഇന്റഗ്രൽ എക്സിന് എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 3. 0 to 3 രണ്ട് കോൺസ്റ്റന്റ് വാല്യൂസ് വരണം. എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 3. മറ്റൊരു ഓപ്ഷനും ഇല്ലല്ലോ. എക്സ് ഈക്വൽ ടു 5 വരെ പോകേണ്ട ആവശ്യമില്ല. എക്സ് ഈക്വൽ ടു 2 മതിയാവില്ല, കാരണം ഈ ഭാഗങ്ങൾ 2ന്റെ അപ്പുറത്ത് പെടില്ല, അകത്ത് പെടില്ല. എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 3 ആണ് ലിമിറ്റ്. ഇനി വൈ ലിമിറ്റ് കണ്ടെത്താൻ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ എൻറ്ററിങ് ടു ദ ഷെയ്ഡഡ് റീജിയൻ ത്രൂ ദിസ് ലൈൻ, ലീവിംഗ് ദ ഷെയ്ഡഡ് റീജിയൻ ത്രൂ ദിസ് ലൈൻ. അപ്പോൾ വൈ ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു മറ്റേത് എന്താണ് 3 മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ 2 ഓർ 3/2 മൈനസ് y ഈക്വൽ ടു 3 മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ഓർ 3/2 മൈനസ് എക്സ് ബൈ 2. ഓക്കെ, ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ്, ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ 0 ടു 3. എക്സിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 y square by 2 0 to 3/2 minus x by 2 dx. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾ. ഓക്കെ, എന്താണ് ആൻസർ എന്നുള്ളത് ഇതിൻ്റെ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആൻസർ കൂടെ കണ്ടെത്തി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഹോംവർക്ക് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. സെക്ഷൻ 15.5 ആയിരുന്നു തോന്നുന്നു അല്ലെ. സെക്ഷൻ 15.5 ക്വസ്റ്റ്യൻ നമ്പർ 1, 15.5 ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് 2 ഹോംവർക്ക് ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഒരു കാര്യം അഡീഷണലി നിങ്ങൾക്ക് ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിൽ ഈ പോർഷൻസ്, അതായത് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷന്റെ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് വീഡിയോയിൽ ഇടുക. മനസ്സിലായിട്ടില്ലെങ്കിൽ അതും ഇടുക. ഓക്കെ, നിങ്ങളത് വാച്ച് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്താനാണ്.
അല്ലാതെ നമ്മൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പോർഷൻസ് ഫോളോ ചെയ്യുക, മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പ്രോബ്ലംസ് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.